ഫ്രണ്ട്സ് നല്ലൊരു സണ്ണി ഡേ ആണേ. എവിടെ പോവാ കുഞ്ഞു നമ്മള്? ഇന്ന് നമ്മുടെ നൈബർ പാറ്റിന്റെ ഓർഡറുടെ അവരുടെ ഒരു റിലേറ്റീവിന്റെ വെഡിങ് ആണ്. നമ്മുടെ കോങ്കോയിൽ വെച്ചിട്ട് വെഡിങ് കഴിഞ്ഞു. അപ്പൊ അതിന്റെ പാർട്ടിയാണ്. നമ്മുടെ ഇവിടുത്തെ ചെടികളൊക്കെ കുറച്ചൊക്കെ വളർന്നു കേട്ടോ. ഞാൻ വെറുതെ നട്ടതാണേ പൊട്ടറ്റോ. പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് ഒച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്നും കിട്ടത്തൊന്നുമില്ല. പിന്നെ ഞാൻ സ്ട്രോബെറി ഇതിനകത്താ, അതും ഓരോന്നൊക്കെ കഴിച്ചോണ്ട് പോവാണേ. ഗ്രോ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കത് കിട്ടുമെന്ന് അറിയത്തില്ല. കാരണം ഓരോന്ന് കഴിച്ചോണ്ട് പോവാ. പിന്നെ നമ്മൾ അതിലിടാൻ വേണ്ടി നമ്മളൊന്നും വാങ്ങുന്നതൊന്നുമില്ല. ഇത് ക്യാരറ്റാണ്, ബീട്രൂട്ട്, നമ്മുടെ പൊട്ടറ്റോ അത്രയും വെച്ചിട്ടുണ്ട്. വെച്ചെന്ന് വെച്ചാൽ വെറുതെ ഈ ചെടിച്ചട്ടിയിൽ ഞാൻ ചുമ്മാ അരി ഇട്ടെന്നേ ഉള്ളൂ. ക്യാരറ്റും ഗ്രോ ചെയ്യും. നമുക്ക് നോക്കാം എങ്ങനെ വരും എന്ന്. നമ്മളങ്ങനെ ഭയങ്കര ഒരു ഫാമിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരല്ല. നമുക്കിങ്ങനെ ഞങ്ങൾക്ക് ബിഗ് സ്ട്രോബെറി ന്യൂട്രലയിൽ മുക്കി കുഞ്ഞൂസ് കഴിച്ചു. അപ്പോൾ അത് കുഞ്ഞൂസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാ കുഞ്ഞൂസ് പറഞ്ഞു. ഞങ്ങളങ്ങനെ വെജിറ്റബിൾ ഒന്നും അങ്ങനെ നട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാൾക്കാരല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ആ ചെടിച്ചട്ടി ഉണ്ടായതുകൊണ്ട് അതിനകത്ത് ചുമ്മാ സീഡ്സ് ഇട്ടെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെ ആയി വരുമെന്ന്. അപ്പം ഞങ്ങൾ ഇന്ന് പാറ്റിൻ്റെ ഓർഡറുടെ അവരുടെ റിലേറ്റീവിൻ്റെ വെഡ്ഡിങ് ഇതിന് പോവുകയാണ് കേട്ടോ. അപ്പം എനിക്കവിടെ വ്ളോഗൊക്കെ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ചെറിയ ഇതൊക്കെ ഞാൻ പറ്റുവാണെങ്കിൽ എടുത്തേക്കാം. എന്തെങ്കിലും രസമുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. കാരണം ഒരു പ്രൈവറ്റ് ഇവൻ്റാണ്. പിന്നെ നമുക്കറിയാത്ത കുറേ ആൾക്കാരൊക്കെ കാണും. പിന്നെ പബ്ബിലാണ്. അപ്പം പബ്ബിലാകുമ്പോഴത്തേക്കും നമുക്കങ്ങനെ ഒത്തിരി മൊബൈൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ നൈബേഴ്സ് മാത്രമൊക്കെ ആണെങ്കിൽ അവർക്ക് അറിയാം. പക്ഷെ അറിയാത്ത ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ അവർക്ക് ചിലപ്പം കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. പക്ഷെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും പോയിട്ട് അടിച്ചു പൊളിക്കാം. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഇവിടുത്തെ കോങ്കോയിലെത്തി കേട്ടോ. ഇവിടത്തേക്ക് സ്ഥലങ്ങൾ കണ്ടോ, നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. ഫുള്ള് ഫാം ലാൻഡുകളും ഇങ്ങനെ വലിയ വലിയ ബംഗ്ലാവുകളും. ഫ്രണ്ട്സ്, ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം ഇവർ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണിച്ചു തരാം. ഒരു ചെറിയ സിമ്പിൾ ഡെക്കറേഷനാണ് കേട്ടോ. ഓക്കെ, ചോക്ലേറ്റ് കിട്ടി. ഡിലൻ ആൻഡ് കേറ്റ് കണ്ടോ. നമ്മുടെ ഇതുപോലത്തെ ഒരു വെഡ്ഡിങ് ഒന്നുമല്ല, എന്ന് വെച്ചാൽ ഡെക്കറേഷനൊന്നും അല്ല കേട്ടോ. നമ്മളുടെ ആ ഒരു രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ ഞാൻ പലയിടത്തും കണ്ടേക്കുന്നത് കേട്ടോ. വെഡ്ഡിങ് ആണെങ്കിൽ പോലും ഇവർ ഭയങ്കര എലഗൻ്റ് ആയിട്ട് തോന്നിക്കുന്ന ടൈപ്പ് ഡെക്കറേഷൻസ് അല്ലേ കൂടുതലും. എലഗൻ്റ് ആയിട്ട് തോന്നിക്കുന്ന കുറേ എല്ലാം എടുക്കല്ലേ മുത്തേ ഓരോ. ശരിയാ. ഇതില് നമ്മൾ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും ഇതിൽ എന്നിട്ട് പ്രിന്റ് ചെയ്തെടുക്കാം. എങ്ങനെ അയച്ചു കൊടുക്കാം. ഒത്തിരി എടുക്കല്ലേ, വേറെ ഗസ്റ്റിനുള്ളതാ അത്. People cry for a Friday, and he gives me a smile, 'cause he knows that it's me that he's coming to see. Same
ഒരുപാട് ആൾക്കാർ നമുക്ക് അറിയാത്ത ആൾക്കാരാണ്, അപ്പം അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അകത്തെടുക്കാത്തത് കേട്ടോ. പക്ഷേ മ്യൂസിക് നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ. ഔട്ട് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ലൈവ് ബാൻഡാണ്, നമുക്കറിയാവുന്ന ബാൻഡാണ്. ഞങ്ങൾ കുറേ വട്ടം ഇവരുടെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ ആൾക്കാർ ഇങ്ങനെ വെഡ്ഡിങ്ങിനൊക്കെ വന്നിട്ട് ഇങ്ങനെ പബ്ബിലൊക്കെ കൂടുകയും നല്ല രസമാണ്, നല്ല വൈബാണ്. ഐറിഷ് മ്യൂസിക്കാണ് കൂടുതലും, ഐറിഷ് ഫോക്ക് മ്യൂസിക്കുകൾ. എനിക്കിപ്പോൾ കുറേ പാട്ടുകളൊക്കെ അറിയാം. ഞാനിവിടുത്തെ ലൊക്കേഷൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുള്ള ലൊക്കേഷൻസും. കാരണം ഞങ്ങൾ സെറ്റിൽ ആയേക്കുന്ന ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾക്കത് ഞങ്ങളുടെ ഈ റിയർ ക്രോസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണേ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. പിന്നെ ഇങ്ങനത്തെ നല്ല നല്ല ഇവൻറ്റുകൾ വരും. നമുക്ക് ഇവരോട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രസമുള്ള ഒരു പ്ലേസാണ്. നമ്മളൊരിക്കലും ഇവിടെ വന്നിട്ട് ഞങ്ങളെല്ലാ ഇതിലും മിങ്കിളാവും. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഇതിലും മിങ്കിളാവും, നമ്മുടെ കേരള ആൾക്കാരുമായിട്ട് മിങ്കിളാവും, പ്ലസ് നമ്മുടെ ഐറിഷ് ആൾക്കാരുമായിട്ട് മിങ്കിളാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇവൻ്റ് ഉണ്ട് ലൈഫിൽ. അപ്പം ഞങ്ങൾ ഈ ഇവിടെ വന്നേക്കുന്ന മിക്കവാറും എല്ലാ സമ്മർ ഫെസ്റ്റ് വരുമല്ലോ എല്ലാ ഇതിലും. അപ്പം ഞങ്ങൾ അതിനും എല്ലാം പോവും. അപ്പം ഞങ്ങൾക്കൊന്നും മിസ്സാവത്തില്ല. അപ്പം നമ്മളങ്ങനെ ആയിരുന്നു. ദുബായ് മുതലേ ഞങ്ങൾ അങ്ങനെയാണ്, എല്ലാത്തിലും പോയി എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നല്ല രസമാണ് കേട്ടോ. നോക്കിയേ, അകത്ത് ഞാൻ ആൾക്കാരെ കാണിക്കാത്തതുകൊണ്ടാണ് ഞാൻ അകത്ത് എടുക്കാത്തത് കേട്ടോ. പിന്നെ നമ്മൾ ഇവരോടൊക്കെ സംസാരിക്കുമ്പോഴാണ് കുറച്ചൊക്കെ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാനും, പിന്നെ ഇവരുടെ ഒരു ലോക്കൽ ലാംഗ്വേജും ഇവരുടെ ഒരു വില്ലേജ് ലാംഗ്വേജും എല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. കോമഡീസും അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമുക്ക് കുറച്ച് കോമഡീസും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിലൊക്കെ ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർ യൂസ് ചെയ്യുന്ന ആ ഒരു ടേമുകളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങളങ്ങ് വീട്ടിൽ പോകും കേട്ടോ. കാരണം കുഞ്ഞൂസ് ഞങ്ങളോടുണ്ട്. അപ്പോൾ ഒരുപാട് ലേറ്റ് നൈറ്റ് ഇരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് വീട്ടിൽ പോകും. ഇവിടെ എന്തായാലും ലേറ്റ് നൈറ്റ് വരെ കാണും പരിപാടികളൊക്കെ. ഹലോ ലിയാന, വാട്ട് ആർ യു ഡൂയിങ്? ക്ലോസ് ചെയ്ത്. ഓ മൈ ഗോഡ്. ഓക്കെ, താങ്ക്സ് പറഞ്ഞു. എന്നെ അടിക്കല്ലേ. പിക്കി ബാങ്കിൽ എന്തുവാ നോക്കുന്നു. കണ്ട് കൊള്ളാം. അതിലെ ലോക്കാ ഓപ്പൺ ചെയ്യുന്നത്. മമ്മിക്കറിയാം, എനിക്കറിയത്തില്ല. മമ്മി ഓപ്പൺ ചെയ്ത് തരാം. മമ്മി ഇപ്പൊ വരും. ഓപ്പൺ ചെയ്തല്ലോ. എന്തോ ഇതിനകത്ത്? പിഗ്ഗി ബാങ്ക്. മണിയുണ്ടോ? ഐസ് ക്ലോസ് ചെയ്തു. എന്തിനാ മണി വെച്ചേക്കുന്നത്? ടോയ്സ് വാങ്ങാനാ? ഐസ് ക്ലോസ് ചെയ്തു. ഫ്രണ്ട്സ്, ഇന്ന് നല്ല സണ്ണി ഡേ ആണ്. ഞങ്ങൾക്ക് കുറേ നമുക്ക് കുറേ പണികളുണ്ട് ഔട്ട് സൈഡ്. അപ്പം നമുക്ക് അതൊക്കെ ചെയ്തിട്ട് നമുക്ക് എൻജോയ് ചെയ്തിരിക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഓഫാണ് രണ്ടുപേർക്കും. ഇപ്പം ഞങ്ങൾ പുറത്തൊന്നും പോകുന്നില്ല. ഇന്ന് വീട്ടിലെ പണികളാണ് ഫുള്ള്. ഇത്രയും പണിയുണ്ട്. ഓക്കെ.